ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് അല്പസമയത്തിനകം കോഴിക്കോട്ടേക്ക് തിരിക്കും. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഗവർണർ കോഴിക്കോട് നഗരത്തിലെത്തുന്നത്. സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാൽ ഗവർണർക്കെതിരെ ക്യാമ്പസിൽ ഇന്ന് പ്രതിഷേധമുണ്ടാവില്ല എന്ന നിലപാടിലാണ് SFI. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ശേഷം ഗവർണർ 2 മണിയോടുകൂടി ക്യാമ്പസിൽ തിരിച്ചെത്തും. നാളെ രാത്രിയാണ് ഗവർണർ ക്യാമ്പസ് വിടുക. സർവകലാശാല ക്യാമ്പസും ഗവർണറുടെ സഞ്ചാരപാതയും കനത്ത പോലീസ് സുരക്ഷയിലാണുള്ളത്. വിനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. വിനീഷ്, ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല ഗവർണർ എന്ന നിലപാടിൽ SFI ഉറച്ചു നിന്നിരുന്നു. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്തിയത് നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് ഗവർണറുടെ പരിപാടികൾ? പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഭവ്യ, തീർച്ചയായും. കാരണം SFIയുടെ പ്രതിഷേധം ഏറെക്കുറെ ദുർബലമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലത്തോടുകൂടി പ്രതിഷേധങ്ങൾ അവസാനിച്ചു. കാരണം ഇന്നലെ ഗവർണറെ ഈ ക്യാമ്പസിലേക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു SFIയുടേത്. പക്ഷേ അതിനുശേഷം അവിടെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, നിരവധി പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. പോലീസുമായി ബലപ്രയോഗമുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ലാത്തി വീശി 11ഓളം ആളുകൾക്ക്, 3 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റു, മറ്റൊരു 8 പേർക്ക് അല്ലാതെ ചെറിയ പരിക്കുകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അതിനുശേഷം ഇന്നിപ്പോൾ സാധാരണ പൊതുപരിപാടികൾ ഒന്നും തന്നെ ഗവർണർക്കില്ല. ഇന്ന് ആകെയുള്ളതൊരു സ്വകാര്യ പരിപാടിയാണ്. അത് കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് നഗരത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ തന്നെ പുറപ്പെടും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ആയിക്കഴിഞ്ഞു. അതിനുള്ള അദ്ദേഹത്തിൻ്റെ കോൺവോ സംവിധാനങ്ങൾ, പോലീസ് വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ ഗവർണർ ഇവിടേക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 600-ലധികം പോലീസുകാർ ഈ ക്യാമ്പസ് പരിസരത്ത് മാത്രമുണ്ട്. അതായത് പ്രധാന കവാടത്തിൽ മാത്രമല്ലാതെ പുറത്തുനിന്ന് ആളുകൾക്ക് കയറി വരാൻ അല്ലെങ്കിൽ പറ്റുന്ന ക്യാമ്പസിലേക്ക് കയറാനുള്ള മറ്റു ധാരാളം വഴികളുണ്ട്. ഇവിടെ എല്ലാം തന്നെ പോലീസുണ്ട്. ഇതെല്ലാം തന്നെ അടച്ചിരിക്കുകയാണ്. പോലീസിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങോട്ട് കഴിയില്ല. മാധ്യമപ്രവർത്തകർക്ക് പോലും ID കാർഡ് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇങ്ങോട്ട് കടത്തിവിടുന്നത്. എന്തായാലും ഇപ്പോൾ ഗവർണറുടെ വാഹനം ഇപ്പോൾ തന്നെ ഇവിടുന്ന് പുറപ്പെടും. 11:10 ഇവിടെ നിന്ന് ഇറങ്ങും എന്നാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിലുള്ളത്. അതിനുശേഷം അദ്ദേഹം ഈ കോഴിക്കോട് സരോവരത്തിൽ നടക്കുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം കൃത്യം 1:50 തന്നെ ഇവിടെ തിരിച്ചെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തൽക്കാലത്തേക്ക് ഈ ക്യാമ്പസ് പരിസരത്ത് പ്രതിഷേധ പരിപാടികൾ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് SFI എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ഗവർണർ ഇന്ന് സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് SFIയുടെ പ്രതിഷേധം ഇന്ന് ഉണ്ടാവില്ല എന്ന അനുമാനത്തിലേക്ക് നമുക്ക് എത്താം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് SFIയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. കാരണം ഇന്ന് ഈ പരിസരത്ത് തൽക്കാലത്തേക്ക് പ്രതിഷേധം വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്ന സമയം, അതിനിടയിൽ വഴിയിൽ എവിടെയെങ്കിലും പ്രതിഷേധമോ കരിങ്കൊടിയോ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ മുതൽ യൂണിവേഴ്സിറ്റി വിട്ട് കഴിഞ്ഞാൽ രാമനാട്ടുകര, പന്തീരങ്കാവ്, പാലാഴി, അങ്ങനെ തൊണ്ടയാട്, മലാപ്പറമ്പ്, എരഞ്ഞിപ്പാലം, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റൂട്ട് ഉള്ളത്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസുണ്ട്. ആ എരഞ്ഞിപ്പാലത്തുള്ള സരോവരത്തുള്ള ട്രേഡ് സെൻറ്ററിലാണ് ഇദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുള്ളത്. അതായത് ഈ സ്വകാര്യ ചടങ്ങ്, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹ ചടങ്ങുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന വഴികളിലെല്ലാം തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതിനുശേഷം പരിപാടി കഴിഞ്ഞതിന് ശേഷം കൃത്യം 1 മണിയോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് മടങ്ങും. 1:50 ഇവിടെ തിരിച്ചെത്തും എന്നുള്ള രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വഴിയിൽ എവിടെയെങ്കിലും SFIയുടെ ഏതെങ്കിലും രീതിയിലുള്ള കരിങ്കൊടി കാണിക്കലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിഷേധ പരിപാടികളോ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അക്കാര്യത്തിൽ SFI ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. പൂർണ്ണമായും താങ്കൾ ഒരു പ്രതിഷേധ പരിപാടിക്കും ഇല്ല എന്ന് SFI എവിടെയും പറയുന്നില്ല. പക്ഷേ ഈ ക്യാമ്പസിൽ തൽക്കാലത്തേക്ക് ഈ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഈ ഭാഗത്തേക്കുള്ള പ്രതിഷേധ പരിപാടികളും മറ്റും ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നാളെ അദ്ദേഹത്തിൻ്റെ പരിപാടിയുണ്ട്. നാളെ 3:30 ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയുള്ളത്. ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ളൊരു സെമിനാറാണുള്ളത്. ഈ സെമിനാറിൽ കൃത്യമായി തന്നെ പാസ് വിതരണം ചെയ്തുകൊണ്ട് പൂർണ്ണമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് ആളുകൾ ഇങ്ങോട്ട് കടത്തിവിടുന്നത്. എങ്കിൽ പോലും ഇവിടെ ക്യാമ്പസിൽ നാളെ പ്രതിഷേധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നാളെയും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടാവുക.